നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി റിപ്പബ്ലിക് ദിനനാളിൽ കുറ്റ്യാടിയിൽ സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരതീയം 25 മതേതര മനസ്സുകളുടെ മഹാസംഗമമായി മാറി. കുറ്റ്യാടി MIUP സ്കൂളിൽ നടന്ന പരിപാടി ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് പരമാധികാരം നൽകിയ രാജ്യം ഒരാശയം നാട് ഭരിക്കണമെന്നുള്ളതും മറ്റെല്ലാവരും ഉന്മൂലനം ചെയ്യപ്പെടണമെന്നുള്ളതും ഒരു പ്രസ്ഥാനം മാത്രം നാടിന്റെ അധികാരത്തിൽ തുടരണമെന്നും ബാക്കി ശബ്ദങ്ങളൊന്നും ഉയരാൻ പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ എതിർ പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യവും ഒരാശയവുമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യം സാമാന്യം വലിയൊരു ഭൂപ്രദേശം മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരിൽ നിന്നും ഒരു ആശയങ്ങളുടെ സംഗമഭൂവായിട്ട് ഈ രാജ്യം മാറിയതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ദിനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിയതിനു ശേഷം ഇന്ന് വരെയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ഊടും പാവും നെയ്തത്, നമ്മളെ നിലനിർത്തിയത്, നമ്മളെ സംരക്ഷിച്ചു പിടിച്ചത്, നമ്മളെ ഒരുമിച്ച് നിർത്തിയത്, അതൊക്കെ നേരത്തെ ഇവിടെ അധ്യക്ഷൻ കറക്റ്റായി സൂചിപ്പിച്ചു. ഒരു ഹിന്ദുവിന് എങ്ങനെയാണോ ഗീത, ഒരു മുസ്ലിമിന് എങ്ങനെയാണോ ഖുർആൻ, ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണോ ബൈബിൾ എന്നതുപോലെ തന്നെ ഇന്ത്യക്കാരന് ഇന്ത്യയുടെ ഭരണഘടന അത് ഈ നാടിന്റെ നിലനിൽപ്പാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമാണ്. ആ നിലനിൽപ്പായ ഭരണഘടന അകത്തുനിന്നും പുറത്തുനിന്നുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ സ്വയം തയ്യാറാവുകയും അതിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ള സന്ദേശം നമ്മുടെ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കാൻ ഈ സബർമതി നടത്തുന്ന ശ്രമങ്ങൾ കാലത്തിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ അത് അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഉദ്യമത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സബർമതി ചെയർമാൻ SJ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ ആ പോക്കിനെ കുറിച്ചും അവസ്ഥയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു. പക്ഷെ നമ്മളെല്ലാവരും ഇന്നിവിടെ രാവിലെ മുതൽ ഏകദേശം 9:30 മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഈ ഇരുത്തം ഇനി എത്ര നാൾ ഉണ്ടാകും എന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെയും നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളത്. മുൻ MLA പാറക്കൽ അബ്ദുള്ള മുഖ്യാതിഥിയായി. എന്തായിരുന്നു ഗാന്ധിജി എന്നത് വളരെ ആഴത്തിലൊന്നും പഠിക്കേണ്ട. നമ്മുടെ മുന്നിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരാൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് ഗാന്ധിജി ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് ആ ആഘോഷത്തിലൊന്നും ആയിരുന്നില്ല, ആ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചയിലുമായിരുന്നില്ല. അദ്ദേഹം കൽക്കട്ടയിലെ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഹൈന്ദവ സഹോദരന്മാർ അവിടെ ന്യൂനപക്ഷമാണ്. അവർ ക്രൂശിക്കപ്പെടുകയാണ്, അവർ കൊല ചെയ്യപ്പെടുകയാണ്, വലിയ ക്രൂരത നടക്കുകയാണ്, ഹിന്ദു മുസ്ലിം കലാപം നടക്കുകയാണ്. അവിടെ ഗാന്ധിജി പോവുകയാണ്. അവിടെ ഗാന്ധിജി പോയിട്ട് അവിടെയുള്ള ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം ആ പ്രദേശത്തെ ലീഡറാണ്. ഗാന്ധിജി അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ഗാന്ധിജി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ ഗാന്ധിജിയെ കണ്ട് തടിച്ചുകൂടിയ 10,000 അദ്ദേഹം പറഞ്ഞു, ഗോബേക്ക് വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അത് മാത്രവുമല്ല, ആ മുസ്ലിം ലീഡറെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങളെ കശാപ്പ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആളാണ് എന്നിവരെ പറഞ്ഞപ്പോൾ ഗാന്ധിജി വളരെ സൗമ്യനായി വളരെ വളരെ ഗൗരവത്തോടെ അദ്ദേഹം കാര്യങ്ങൾ ഈ വന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞു. ഈ മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ മനുഷ്യനെ വിളിച്ച് ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത്. ഗാന്ധിജി ആ മനുഷ്യൻ്റെ ചുമലിൽ കേൾച്ച് അദ്ദേഹം ആ മനുഷ്യൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അബദ്ധം, ക്ഷമ നിങ്ങൾ തരണം, അബദ്ധം പറ്റിയതാണ്, മേലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല, നിങ്ങളൊക്കെ മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഗാന്ധിജി ഏറ്റുപിടിച്ച് പറഞ്ഞു. അതോടെ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ രാജ്യം കാണുമായിരുന്ന ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ ആ ഒരു കലാപം, 1000-10,000 മരിക്കുമായിരുന്ന ഒരു കലാപം അവസാനിപ്പിച്ചു ഗാന്ധിജി. അവിടെ നേതൃത്വം കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏറ്റവും വലിയ വാർത്തയായി വന്നത് കൽക്കട്ട മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ ഈ പ്രവർത്തനത്തെയായി. ഗാന്ധിജി നേരെ അവിടുന്ന് പോയത് എവിടത്തേക്കാ?
ഡൽഹിയിലേക്കാണ്. ഡൽഹി അജ്മീർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദർഗയുണ്ടായിരുന്നു. ആ ദർഗ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വലിയ കലാപം നടക്കുക. അവിടെ ന്യൂനപക്ഷമാണ് മുസ്ലിംകൾ. അവരെയൊക്കെ വലിയ കലാപം, അവിടെ ആളുകൾ മരിച്ചു വീഴുകയാണ്. അവിടെ ചെന്നപ്പോൾ സിഖുകാരും ഹൈന്ദവ സഹോദരന്മാരും ഒരു ഭാഗത്ത് നിൽക്കുക. ഈ ദർഗ വലിയ ദർഗയാണ്, ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള ദർഗ. ആ ദർഗ പൊളിഞ്ഞു വീണു. അവിടെ അതുപോലെ പള്ളികൾ തകർത്തു. അപ്പൊ ഗാന്ധിജി അവിടെ ചെന്ന് പറഞ്ഞു സിഖുകാരോടും ഹിന്ദുക്കളോടും, നിങ്ങൾ ഈ ദർഗ, നിങ്ങൾ ഈ പള്ളി നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം, ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരും സിഖുകാരും നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ മുസ്ലിം സമൂഹത്തിന്റെ രക്ഷകനായി അദ്ദേഹം വന്നു. ഇപ്പുറത്ത് ഹൈന്ദവ സമൂഹം പ്രയാസം നേരിടുമ്പോൾ അവിടെ, ഇപ്പുറത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം പ്രയാസം നേരിടുമ്പോൾ അവിടെ ആർക്കും വേർതിരിവില്ലാതെ വകതിരിവില്ലാതെ ഞങ്ങളുടെ നേതാവ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ന് അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രാജ്യം കലാപത്തിലേക്ക് പോകുമായിരുന്നില്ല. ചടങ്ങിൽ അഹിംസയുടെ ചരിത്രം എന്ന വിഷയത്തിൽ കൽപ്പറ്റ നാരായണൻ പ്രഭാഷണം നടത്തി. ഹിംസയുടെ ചരിത്രം കറുത്ത മഷി, കറുത്ത ചൂക്ക്, അതിസൂക്ഷ്മമായി, അതിവിശദമായി, അതിശക്തമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഹിംസയുടെ ചരിത്രം മാത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വെറുപ്പിനെ കുറിച്ച് ശിംബോഷ്ക എന്ന് പറയുന്ന കവയിത്രി പറയുന്നത് എന്തൊരു ചുറുചുറുക്കാണ് ഈ വിദ്വേഷത്തിന്. അത് ഏത് തടസ്സവും മറികടക്കും. മറ്റുള്ളവയ്ക്കൊന്നും ഒരു രക്തപ്രസാദവും സാഹോദര്യത്തിന് 4 ആളെ വിളിച്ചു കൂട്ടാനാകും. അതുപോലെ അനുകമ്പയ്ക്ക് എന്നെങ്കിലും മുന്നിൽ കടക്കാനാകും. പക്ഷേ അഹിംസ അല്ലെങ്കിൽ സാഹോദര്യം, സ്നേഹം, ഇതൊക്കെ പിന്നിലാണെങ്കിലും ചരിത്രത്തിലെ മാറ്റങ്ങൾക്കൊക്കെ പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വാധീനമാണ് എന്ന്. ഗാന്ധിയൻ മതനിരപേക്ഷത വർത്തമാന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പി ഹരീന്ദ്രനാഥ് സംസാരിച്ചു. ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത സബർമതി സാംസ്കാരിക വേദിയുടെ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക. സബർമതി എന്ന പേര് ഒരു മാനവികതയുടെ സൗന്ദര്യവും സൗരഭ്യവും. 1904 ഒക്ടോബർ 1 എം.കെ. ഗാന്ധി, ബാരിസ്റ്റർ എം.കെ. ഗാന്ധി ജോഹനസ്ബർഗിൽ നിന്ന് ഡർബനിലേക്ക് തീവണ്ടിയിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി വണ്ടിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് വണ്ടി പുറപ്പെടാനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഹെൻറി കോക്ക് പ്ലാറ്റ്ഫോമിൽ വന്ന് വണ്ടി പുറപ്പെടുന്ന സമയത്ത് എം.കെ. ഗാന്ധിക്ക് ഒരു പുസ്തകം കൈമാറുകയാണ്. ആ പുസ്തകം ജോൺ റസ്കിൻ എഴുതിയ അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം. ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, മൊബൈലൊക്കെ മാറ്റി വെക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളാണ് ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന കാലത്ത് ഈ നാടിനെ എന്ന വിഷയത്തിൽ പ്രൊഫസർ KNA ഖാദർ പ്രഭാഷണം നടത്തി. ഒരിക്കലും വിട്ടുകളയാനാവാത്തൊരു നാമധേയമാണ് സബർമതിയിൽ. എല്ലാവരും പോയി കാണും, ഞാനും പോയിട്ടുണ്ട്. ആ സബർമതിയിൽ ഒരിക്കൽ ഗാന്ധിജിയെ കാണാൻ വേണ്ടി മൗണ്ട് ബാറ്റൻ പ്രഭു വന്നു. ദെൻ ഹി വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. മൗണ്ട് ബാറ്റൻ പ്രഭു പുറത്തിരിക്കുകയാണ്. ഗാന്ധിജി അകത്ത് എന്തോ സംഭാഷണങ്ങളിലാണ്, തിരക്ക് പിടിച്ച സംഭാഷണങ്ങളിലാണ്. 1.5 മണിക്കൂർ നേരം ഗാന്ധിജിക്ക് പുറത്തിറങ്ങാനായില്ല. സബർമതിയിലൊക്കെ പറഞ്ഞ ചെറിയ സൗകര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. ആ വരാന്തയിലുള്ള ചെറിയൊരു കസേരയിൽ 6 അടി പൊക്കമുള്ള രാജകീയമായ വസ്ത്രങ്ങൾ ധരിച്ച ഗവർണർ ജനറൽ, ഇന്ത്യയുടെ മുഴുവൻ മേധാവിയായ ഗവർണർ മൗണ്ട് ബാറ്റൻ പ്രഭു ഇരിക്കുകയാണ് ഗാന്ധിജിക്ക്. അതുവരെ ഗാന്ധിജിക്ക് എന്തായിരുന്നു ജോലി?
ആ നാട്ടിലെ കൃഷിക്കാരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, തർക്കം. അത് തീർക്കാൻ വേണ്ടി അദ്ദേഹം മധ്യസ്ഥം പറയണം നടത്തിയിരുന്നു. അത് ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തു. അവർ രണ്ടിനെയും ഒരുമിച്ചാക്കി, കൃഷിക്കാരായിട്ടുള്ള 2 കൂട്ടർ. അങ്ങനെ ഗാന്ധിജി അവരെ 2 വശത്തും നിർത്തി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ മൗണ്ട് ബാറ്റൻ ചാടി എണീറ്റു. മൗണ്ട് ബാറ്റൻ ചോദിച്ചു, മൗണ്ട് ബാറ്റൻ അല്പം ക്ഷുഭിതനാണ്, പക്ഷെ ഗാന്ധിജിയുടെ അടുത്തൊന്നും കാണിക്കുന്ന ധൈര്യമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പം അദ്ദേഹം എന്നാൽ സർവശക്തിയും പ്രയോഗിച്ച് അദ്ദേഹം പറഞ്ഞു, ബാപ്പുജി ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ആക്സെൻ്റ് അങ്ങനെ. അപ്പോൾ ഗാന്ധിജി ഇവരെ 2 പേരും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ബട്ട് ദ നേഷൻ ബിലോങ്സ് ടു ദം. പക്ഷേ രാജ്യം ഇവരുടേതാണ്. യു മേ ബി ദ ഗവർണർ ജനറൽ ഓഫ് സംതിങ് എൽസ്, പക്ഷേ രാജ്യം ഇവരുടേതാണ്. ബട്ട് ഡസ് ഇറ്റ് മീൻ? നിങ്ങൾ ഇവരുടെ ദാസനാണെന്നില്ല, ഇവരുടെ ജോലിക്കാരൻ നിങ്ങളാണ്. അതാണ് ഗാന്ധിജി ജനപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ പ്രത്യേകതകളാണ്. നിങ്ങൾ ഞാനും അങ്ങനെയാണോ? ആ മൗണ്ട് ബാറ്റൻ ഒരു ഡ്രൈവർ കുട്ടിയാടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് നിങ്ങൾ അയാളെ സ്വീകരിക്കും. പ്രഭുവല്ല. അതാണ് ഇന്നത്തെ കാര്യം അല്ലേ? നമ്മൾ മാത്രമല്ല, നമ്മുടെ നേതാക്കന്മാരും അങ്ങനെയാണ്. ആ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വഭാവം ഗാന്ധിജിയുടെ സ്വഭാവമായിട്ടുള്ള വ്യത്യാസമുണ്ട്. പറയാൻ നല്ല സുഖമാണ്. ഗാന്ധിജി സഹിച്ചതുപോലെ ഒരു ത്യാഗവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു ജീവിതം മുഴുവൻ വേറെ ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ എന്നത് സംശയം. അതുകൊണ്ട് ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. PCI ദേശീയ ജേർണലിസം എക്സലൻസ് അവാർഡ് ജേതാവ് AK ശ്രീജിത്തിനെ ആദരിച്ചു. ശ്രീജ ശൂരത്ത്, PK സുരേഷ്, KP അബ്ദുൾ മജീദ്, സബർമതി കൺവീനർ ബാലൻ തളിയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ PP ദിനേശൻ, T സുരേഷ് ബാബു, AK ഷിംന, KK സന്തോഷ്, സിദ്ധാർത്ഥ് നരിക്കോട്ടുംചാൽ, KS അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു.